ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെന്ന് തോന്നുന്നുണ്ട്? യെസ്, Q&A. കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. പക്ഷെ വൈകി മാത്രമേ മറുപടി തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി അതിനുള്ള റീസൺ കാരണം ഈ Q&A കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ചെയ്യാൻ നിന്നാൽ, ഞാൻ ചോദിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ചെയ്യാൻ നിന്നാൽ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് വൈകി ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ ഒരാഴ്ച എന്നുള്ളത് ഇപ്പോൾ 2-3 ആഴ്ച ആയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കുറേ കൊളാബ് വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. സോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാത്തിനും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നല്ല നല്ല ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ പുറത്ത് മഴയുടെ ഒരു ചെറിയൊരിതുണ്ട്. അതിൽ എന്തെങ്കിലും വോയിസ് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. മഴ മാറിയിട്ട് വീഡിയോ ചെയ്യാൻ നിന്നാൽ വീണ്ടും ലേറ്റ് ആവും. മഴ മാറട്ടെ എന്ന് കരുതിയാലും മഴ മാറാനും പോകുന്നില്ല. അകത്ത് പിന്നെ കുറച്ച് ലൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പുറത്ത് ഈ ഒരു സെറ്റപ്പിൽ ഞാൻ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോജ് ചേട്ടൻ്റെ ക്യാമറ ഭയങ്കര രസമാണ്, അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇന്ന് ക്യാമറാമാൻ മനോജിനോടൊപ്പമാണ് ശ്രീകുട്ടിയുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് യൂട്യൂബിലും ഫേസ്ബുക്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. യൂട്യൂബിൽ നിറയെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബ് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ 1-2 ഉള്ളൂ, അത് പിന്നീട് പറയാവേ. ഒറ്റ വീഡിയോ ഇട്ടിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ല ഭയങ്കര ലെങ്ത് തോന്നുകയാണെങ്കിൽ ഞാൻ 2 വീഡിയോ ഇട്ടിടും. എന്തായാലും നമുക്ക് നോക്കാം. ജെ സന്തോഷ് 1449 എന്നുള്ള അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. ശ്രീകുട്ടി ബോൾഡാണ്. നോ പറയേണ്ടടുത്ത് പറയുമ്പോൾ അത് അഹങ്കാരമാണെന്ന് കരുതുന്നവർ ഉണ്ടാകാം. അവരോട് പറയാനുള്ളത് എന്താണ്? നല്ലൊരു ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കാറില്ല. മെയിൻലി വേറുള്ള പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലവ് മാരേജ്, ലവ് സ്റ്റോറി പറയുമോ, ഇനി കുട്ടികൾ വേണ്ടേ, അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, ഇനി കുട്ടികൾ വേണ്ടേ എന്നുള്ളത്. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറയാറുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അഹങ്കാരി എന്നുള്ളൊരു പേര് എല്ലായിടത്തും, വീട്ടിൽ തന്നെ എല്ലാവരും വിളിക്കുന്നത് തന്നെ അഹങ്കാരി എന്നാണ്. അത് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ അഹങ്കാരി എന്നൊരു പേര് തന്നാൽ പിന്നെ അതിന് ഒരിതില്ല. പിന്നെ വീട്ടുകാരൊക്കെ അഹങ്കാരി എന്ന് പറയുമെങ്കിലും അവർക്കറിയാം നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളത്. അത് ചിലയിടത്തൊക്കെ പലയിടത്തും പല ബുദ്ധിമുട്ടുകൾ ഒരു സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ചാടിക്കേറി അതിന് റിയാക്ട് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും അതൊരു പ്രശ്നങ്ങളിൽ ചെന്ന് പറ്റാറുണ്ട്. അവരോടൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞു ഇനി അതിന് ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാലൊന്നും അതിൽ അവർ ഒരു സത്യസന്ധത കാണൂല. ഇവളിങ്ങനെ തന്നെയാണെന്നേ അവർ പറയത്തുള്ളൂ. അതുകൊണ്ട് അവരോടൊന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ റിയാക്ട് ചെയ്യേണ്ടടുത്ത് പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഒന്നും ആലോചിക്കാതെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അതൊരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മനസ്സിലൊന്നും വയ്ക്കാതെയാണ് പറയുന്നത്, അതവർ മനസ്സിലാക്കുന്നില്ല. സിയ ലൗസി പാഡ്, അങ്ങനെയാണോ? സിയാൽ ഔസി പാഡ്, അങ്ങനെ എന്തോ ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 2521 ആ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനി പ്ലാൻ ഫോർ സെക്കൻഡ് ബേബി? നോ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഇതുവരെ അങ്ങനൊരു പ്ലാനിങ് ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉള്ള ഉത്തരം നോ, ഇതുവരെ ഇല്ല. അത് കഴിഞ്ഞ് അശ്വതി സന്തോഷ് 2845 എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. സ്വന്തം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തം ക്യാരക്ടറിൽ ഈ ഒരു കാര്യം നല്ലതല്ല, മാറ്റണമെന്ന് തോന്നിയ സംഭവം ആൻഡ് എൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഇതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ഇത് രണ്ടും ഏതൊക്കെയാണ്? ഇതൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആട്ടോ. എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും മാറ്റണമെന്ന് തോന്നിയിട്ടുള്ളത്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് എപ്പോഴും എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തോന്നിയ സംഭവം വീട്ടിൽ തന്നെ പല പല കാര്യങ്ങളും, ഇപ്പോൾ വേദയോടായാലും ചില സമയങ്ങളിൽ അവൾ നല്ല കാര്യങ്ങൾ, കുഞ്ഞല്ലേ, അവൾ ചെയ്യണ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യും. എന്നിട്ടായിരുന്നു അയ്യോ വേണ്ടായിരുന്നു, പാവമല്ലേ എന്ന് തോന്നും. അപ്പം തന്നെ സോൾവ് ആവുമെങ്കിലും ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് ദേഷ്യം വരും. അത് തന്നെയാണ് ഇപ്പോൾ വേദയും, അതിൽ കണ്ടല്ലേ പഠിക്കുന്നത്, വേദയും സെയിം അത് തന്നെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വേദയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ആ ഒരു സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്. വീട്ടിൽ ദേഷ്യപ്പെടുന്നത് എന്നാണ് എപ്പോഴും
എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു കാര്യം, വീട്ടിലല്ല പൊതുവേ ഉണ്ടായിട്ടുള്ള കാര്യം അതാണ്, അത് ആ സ്വഭാവം മാറ്റണമെന്നാണ്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫാമിലിയെ എല്ലാ രീതിയിലും, ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അത് എൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി ഒരിക്കലും ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, ഞാനത് പറയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ടൈം ട്രാവൽ പോലെ പാസ്റ്റിലേക്ക് പോകാൻ പറ്റിയാൽ ഈ ഒരു കാര്യം മാറ്റി ചെയ്യാം അങ്ങനെ തോന്നുന്ന ഒരു കാര്യം എന്താകും? ഓഫ് കോഴ്സ് എൻ്റെ മാരേജ് ആയിരിക്കും. ഏട്ടൻ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ചോയ്സാണ്. പക്ഷേ അതൊരു ഫാമിലിയുടെ സമ്മതത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ, ഇപ്പം ഫാമിലിയായിട്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അന്ന് എനിക്ക് തോന്നിയിരുന്നു എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ലായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ടൈം ട്രാവൽ പോലെ എന്തെങ്കിലും വന്നാൽ അച്ഛനും അമ്മയുടെ സമ്മതത്തോടു കൂടി ഈ ഒരു കല്യാണം തന്നെ നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, പാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ. എഡ്യൂക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് കോഴ്സ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്? ആക്ച്വലി ഞാൻ BA കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. കാരണം ഇതിനകത്ത് വലിയ രീതിയിലൊന്നും പഠിക്കണം എന്നുള്ളൊരിതും, പഠിച്ചിട്ട് വലിയ സംഭവം പല പല മേഖലകൾ, LLB നോക്കി, ഈവൻ IAS വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പല മേഖലകൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊന്നുള്ള ഇത് എൻ്റെ തലയിൽ ഇല്ലാത്തത് കൊണ്ട് BA കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. തുടരണമെന്നൊന്നും വലിയ താല്പര്യമില്ല. പഠിക്കുന്ന സമയത്ത് ഏത് പ്രൊഫഷണൽ ആകാനായിരുന്നു ആഗ്രഹം? എയർ ഹോസ്റ്റസ്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഒരുപാട് പഠിച്ച് വലിയ നിലയിലെത്താൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഇതുപോലെ കുറച്ച് പഠിച്ച് +2 എന്തോ കഴിഞ്ഞിട്ട് എയർ ഹോസ്റ്റസ് കോഴ്സിന് പോയാലാവുമെന്നായിരുന്നു അന്ന് എൻ്റെ ഒരു ഇത്. ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ പഠിത്തമില്ലല്ലോ, +2 എങ്ങനെയെങ്കിലും എടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എയർ ഹോസ്റ്റസ് ആയിരുന്നു അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം. ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം ഗോൾ എന്താണ്? ലൈഫിൽ എനിക്കങ്ങനെ അച്ചീവ് ചെയ്യണം, ഓൾമോസ്റ്റ് ഞാൻ എല്ലാം അച്ചീവ് ചെയ്ത പോലെയാണ് എൻ്റെ ഒരു ഫീൽ. അതുകൊണ്ട് ഇനി ഇതുപോലെ അങ്ങനെ അങ്ങ് ലൈഫ് ലോങ് പോകണം, അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എല്ലാ ലോകം അത്രയും ചുറ്റിക്കറങ്ങി നടക്കണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറെ അച്ചീവ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് സെറ്റിലാണ്, എല്ലാം കൊണ്ടും ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇനി ഇതിൽ കൂടുതൽ അച്ചീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. അതിനുള്ളൊരു മറുപടി വേറെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സോഫിത കബീർ, അങ്ങനെയാണ്. ഈ പേരുകൾ വായിക്കാനാണ് പാട് കേട്ടോ. ഇങ്ങനെ കൊടുത്തേക്കുമ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പാടാണ്. സോഫിത കബീർ, തായ്ലാൻഡ് ട്രിപ്പ് ഫുൾ എത്ര ചിലവായി എന്നറിഞ്ഞാൽ കൊള്ളാം ശ്രീകുട്ടി. തായ്ലാൻഡ് ഫുൾ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി ചേർത്തിട്ട് 3 ലക്ഷത്തിനകത്തേ ആയുള്ളൂ ഫുൾ ചിലവ്. നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്തത് കൊണ്ടുപോയതും എല്ലാം കൂടി ചേർത്തിട്ട് അതിനകത്ത്. എനിക്ക് എക്സാക്റ്റ് പറയാൻ അറിയില്ല, അങ്ങനെ നോക്കിയിട്ടില്ല. നമുക്കിപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് വേണമെങ്കിൽ ഒരു 60-ക്കകത്ത്, 55-60-ക്കകത്ത് പാക്കേജ്, 60-ക്കകത്തും പിന്നെ എക്സ്ട്രാ നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരാൾക്ക് 60-ക്കകത്താണ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ കയ്യിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് വെക്കുന്നത് അത് വേറെ. പാക്കേജിൻ്റെ കാര്യം വിത്ത് ഫ്ലൈറ്റ് ആണ് ഒരാൾക്ക് 60,000-നകത്ത് തായ്ലൻഡ് ട്രിപ്പിൽ. ഓക്കെ, അരുണിമ അജീഷ് 1608 എന്ന അക്കൗണ്ടിൽ നിന്നാണ്. എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്ന ഒരാളാണ് അരുണിമ. ക്വസ്റ്റ്യൻ നമ്പർ 1, മനു ചേട്ടൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറിയാൻ ആഗ്രഹമുണ്ട്. ഏട്ടൻ പഴയ ഡിഗ്രിയാണ് കേട്ടോ, പണ്ടത്തെ ഡിഗ്രിയാണ് ഏട്ടൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, വേദയുടെ ആംബിഷൻ എന്തെല്ലാമാണ്? വേദയ്ക്ക് സയൻറ്റിസ്റ്റ് ആവാനാണ് വേദയുടെ ആഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 3, കള്ളിക്കാട് അമ്മയും അച്ഛനെയും കൂട്ടി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടോ? ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. എനിക്കിങ്ങനെ യാത്ര ചെയ്യാനും എല്ലാവരുമായിട്ട് പോകാനും ഒക്കെ, നമ്മൾ 3 പേരുമായിട്ട് പോകുന്നതിനെക്കാട്ടി സന്തോഷമാണ് എല്ലാവരും കൂടി പോകുമ്പോൾ. അത് പ്രത്യേക വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുണ്ട്. ഇപ്പം തൽക്കാലം അച്ഛനും അമ്മയൊക്കെ കൊണ്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള ബഡ്ജറ്റ്, നല്ല രീതിയിലുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകും ഉറപ്പായിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മ 2 എന്ന അക്കൗണ്ടിൽ നിന്നാണേ. ഹായ് ചേച്ചി, മന്ത്ലി ബഡ്ജറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാൻ ന്യൂലി മാരീഡ് ആണ്, ബഡ്ജറ്റ് എങ്ങനെ നോക്കണം, ടിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയണേ ഇഫ് പോസിബിൾ. മന്ത്ലി ബഡ്ജറ്റ് എങ്ങനെ മാനേജ്, അങ്ങനെ നമ്മൾ ബഡ്ജറ്റായിട്ടൊന്നും വെച്ച് അങ്ങനെ മാനേജ് ചെയ്യാറൊന്നുമില്ല. മാക്സിമം
എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. അതിപ്പം മീനായാലും ഇറച്ചിയായാലും പുറത്ത് പോയി കഴിക്കുന്ന ഇപ്പം കുറേ ആയിട്ട് പുറത്ത് പോയി കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിലും വീട്ടിൽ വാങ്ങുകയാണെങ്കിലും ദിവസം ഒരു 300 രൂപയ്ക്കകത്തുള്ള മീൻ ദിവസം വാങ്ങി. ഇപ്പോൾ 200 രൂപയ്ക്കൊക്കെയാണ് കുറഞ്ഞത് മീൻ കിട്ടുന്നത്. അത് അന്നൊരു ദിവസം മാത്രമേ വയ്ക്കാൻ കിട്ടുള്ളൂ. അടുത്ത ദിവസം വീണ്ടും വാങ്ങിക്കണം. ദിവസം 200 രൂപയുടെ മീൻ. പിന്നെ പച്ചക്കറി വാങ്ങിക്കൽ കുറവാണ്, പാല്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങും. അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുണ്ട്. പിന്നെ വേറെ അങ്ങനെ അധിക ചിലവ്, നമ്മൾ 3 പേരേ ഉള്ളൂ. 3 പേർക്കുള്ള ചിലവ് എനിക്ക് അങ്ങനെ നമ്മളിങ്ങനെ ബഡ്ജറ്റായിട്ട് വെച്ച് അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല. ടിപ്സ് നമ്മളങ്ങനെ ഒരു നമുക്ക് ഉള്ളതനുസരിച്ച് ചിലവാകും, ഇല്ല എങ്കിലില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഇല്ലാതെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഉള്ളതനുസരിച്ച് അങ്ങനെ ആവശ്യമൊന്നുമല്ല, ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോവും. പിന്നെ വേദയൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് എത്ര വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് കരുതിയാലും അവർ പറയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത പോക്ക് അങ്ങനെയൊന്നും നടക്കത്തില്ല. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് ബഡ്ജറ്റായിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആര്യ മുരളി 303 എന്ന അക്കൗണ്ടിലാണ്. സ്റ്റാർട്ടിങ് തൊട്ടുള്ള സബ്സ്ക്രൈബറാണ് ചേച്ചി. ആൻഡ് സോ ഹാപ്പി ഫോർ യുവർ ഗ്രോത്ത് ചേച്ചി. താങ്ക് യു. കീപ് ഗോയിങ് ആൻഡ് സ്റ്റേ ഹാപ്പി ഓൾവേസ്. ലൈഫിൽ എന്തേലും നടക്കാൻ ആഗ്രഹിക്കുന്ന, അതല്ലേൽ എന്നേലും നടക്കും എന്നാഗ്രഹിക്കുന്ന ഒരു മെയിൻ ഡ്രീമുണ്ടോ? അതുപോലെ ചേച്ചിയുടെ കയ്യിലുള്ള ഒരു സ്കിൻ ആൻഡ് മേക്കപ്പ് ഹോൾ വീഡിയോ ചെയ്യുമോ? ലൈഫിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോകം അത്രയും ചുറ്റിക്കറങ്ങണം. അത് നമ്മൾ ഈ 5 ദിവസത്തെ ട്രിപ്പ് പോവുക അങ്ങനെയല്ല, ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറേ നാൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ തായ്ലൻഡിൽ പോയി നമ്മൾ അവിടെ മാത്രം ബാങ്കോക്കും പട്ടായം മാത്രമേ കണ്ടുള്ളൂ. അവിടെ കാണാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ ഒരു കൺട്രിയിൽ പോയി ആ കൺട്രി ഫുൾ, ഇപ്പോൾ ഇന്ത്യയിൽ വന്നാൽ തന്നെ എത്ര സ്റ്റേറ്റുകളാണ് നമുക്കുള്ളത്, അവിടെ എല്ലാം കവർ ചെയ്യണം. അതുപോലെ ഒരു കൺട്രിയിൽ പോയാൽ അവിടെ ഫുൾ കവർ ചെയ്ത് വരിക. എനിക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ മരിക്കുന്നതിന് മുന്നേ ഇനി പോവാൻ, അയ്യോ അവിടെ പോയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മരിച്ചു കഴിഞ്ഞാൽ വരരുത്. ലോകം അത്രയും ചുറ്റിക്കറങ്ങണം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതിന് കാശും വേണം. അപ്പോൾ കാശും വേണം. ഈ ഒരു ആഗ്രഹവും മനസ്സിലുണ്ട് കേട്ടോ. അതുപോലെ ചേച്ചി ഞാനങ്ങനെ അധികം സ്കിന്നിനും മേക്കപ്പിനും വേണ്ടി കാശ് ചിലവാക്കുന്ന ആളല്ല. വർക്കുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമെന്നല്ലാതെ ഒരുപാട് കാശ് ഞാൻ അതിന് ചിലവാക്കാറില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം സാധനങ്ങളും ഇല്ല കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യാത്തത് കൊണ്ട് വേദയ്ക്കായാലും അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നല്ലാണ്ട് വേറെ അധികം സാധനങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് നമുക്ക് നടന്നുകൊണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. ഹാപ്പി വേൾഡ് KL25 ആണ് അടുത്ത കമൻറ്റ്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫാമിലീസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ് സ്വന്തം വീടിന് പോകുമ്പോൾ ഉറപ്പായും ചേഞ്ച് കാണുമല്ലോ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഏട്ടൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയും തമ്മിൽ തോന്നിയില്ല. കാരണം ഞങ്ങളും ഒരു സാധാരണപ്പെട്ട ആൾക്കാരാണ്, ഏട്ടൻ്റെ ഫാമിലി ആയാലും സാധാരണപ്പെട്ട ഒരാൾക്കാരാണ്. ഞാനും ജനിച്ച് വളർന്നത് നെടുമങ്ങാട് ചുള്ളിമാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ആ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. ഞങ്ങൾക്ക് ആ ഒരു രീതി തന്നെയാണ് എനിക്കായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും ജീമയ്ക്കായാലും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് കള്ളിക്കാട് വീട്ടിൽ ചെന്നാലും അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അതുകൊണ്ട് പ്രത്യേകം ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചി ഒരു അമ്മയായതിനു ശേഷം ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അമ്മയായതിനു ശേഷം അങ്ങനെയൊന്നുമില്ല കേട്ടോ. വേദ ആദ്യമൊക്കെ വേദയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും അസുഖമൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു അനുഭവം. ഞാൻ പണ്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായ സമയം കേട്ടോ. അമ്മയുടെ കയ്യിൽ, കള്ളിക്കാട് അമ്മയുടെ കയ്യിൽ വേദ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ചട്ടവും വെച്ചിങ്ങനെ മറിച്ചിട്ടുണ്ടിരുന്നപ്പോൾ ഇവളിങ്ങനെ ഇരിക്കുകയാണ്. അന്ന് വേദ നല്ല ഗുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ കാലിൽ ഞാൻ കളിച്ച് ഞാനിപ്പോൾ ചൂട് വെച്ചിരുന്നു പറഞ്ഞ് ഇങ്ങനെ ചൂട് വെച്ചപ്പോൾ ഈ ചട്ടവത്തിൽ ചൂടുണ്ടായിരുന്നു, കുഞ്ഞ് സ്കിന്നൂടെ ഉണ്ടായിരുന്നില്ലേ, അവിടെ എല്ലാം പൊള്ളി ഇങ്ങനെ തടിച്ചിങ്ങനെ വന്ന്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. ഞാൻ കരയൊക്കെ ചെയ്തു. കാരണം ഞാൻ കളിച്ചതാണ്. പക്ഷെ അവൾ കരങ്ങി വിളിച്ച് ബഹളമായി, ഭയങ്കരമായിട്ട് അവൾക്ക് പൊള്ളി വല്ലാതെ അങ്ങതായി. അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അല്ലാതെ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. ആക്ച്വലി ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴാണ് വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പറയുന്നത്. അടുത്ത് മുഖ
എന്തോ കേട്ടോ 7079. ചേച്ചി, ഞാൻ ഓട്ടോഗ്രാഫ് തൊട്ടുള്ള ഫാനാണ്. വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോൾ ചേച്ചിയുടെ പേഴ്സണാലിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒട്ടും ഇമേജ് കോൺഷ്യസ് ആവാതെ ഉള്ളതുപോലെ പറയും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻസ് വരും. എന്നാലും ആ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഉറച്ചു നിൽക്കും. ചേച്ചിയുടെ ഫാമിലി ആസ് വെൽ ആസ് ചേട്ടൻ്റെയും ഫാമിലി എന്തൊരു പോസിറ്റീവാണ്. യു ആർ ലക്കി. വേദ ആൻഡ് ചേച്ചി കോംബോ പലപ്പോഴും സിബ്ലിങ്സ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഈ ഒരു ചെറിയ ഏജിൽ ഈ പ്രായത്തിലുള്ള മോൾ ആ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് മോളുടെ കാര്യത്തിലായാലും വീട്ടിലെ കാര്യമായാലും എല്ലാം നന്നായി ചെയ്യുന്നു. അതോടൊപ്പം നെട്ടയും കള്ളിക്കാട് ദീപ ചേച്ചി അങ്ങനെ എല്ലാവരുമായുള്ള റിലേഷൻ ബാലൻസിൽ കൊണ്ടുപോകുന്നു. ചെറിയ കാര്യമല്ല. പിന്നെ ചേച്ചി സീരിയലിൽ ഓഫേഴ്സ് വന്നാൽ ചെയ്യണം, കാണാൻ ആഗ്രഹമുണ്ട്. ഒരു സജഷൻ, ഡെയിലി വീഡിയോസ് ഒഴിവാക്കുക. ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, എന്നോട് പറയുന്ന കാര്യമാണ്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കിയാൽ വ്യൂസ് കൂടുമെന്ന് തോന്നുന്നു. ഞാൻ ഡെയിലി വീഡിയോസ് കാണുന്ന ഒരാളാണ്, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഇത് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. എനിക്കിതിൽ എടുത്ത് പറയാനുള്ളത് ഡെയിലി വീഡിയോസ് ഒഴിവാക്കുമെന്നാണ്. എനിക്ക് ഡെയിലി വീഡിയോസ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്തിലോ ഒന്ന് എൻഗേജ്ഡ് ആയ ഒരു ഫീലാണ്. എന്നും എനിക്ക് വീഡിയോസ് എടുക്കണം, വീഡിയോസ് ഇടണം, എഡിറ്റ് ചെയ്യണം. അതൊരു എന്തോ ഒരു ഞാനും വർക്ക് ചെയ്യുന്ന ഒരു ഫീലൊക്കെ ആട്ടോ. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഡെയിലി വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടുന്നത്. നല്ലൊരു സജഷനാണ്. പക്ഷേ എനിക്കിഷ്ടം ഡെയിലി വീഡിയോസ് ഇടാനാണ്. ഞാൻ കാണുന്നുണ്ടോ കാണുന്നില്ല, അത് ഞാൻ രണ്ടാമതുള്ളൊരു കാര്യമാണ്. എത്ര പേര് കാണുന്നുണ്ട് കാണുന്നില്ല, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ ഡെയിലി, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്, മുഖ എന്തോ. അടുത്ത കമൻറ്റ് സിയാ ലവ് സി പാഡ് 2521. ഈ ആള് നേരത്തെ കമൻറ്റ് ഇട്ടില്ലേ അല്ലേ? നേരത്തെ റീഡ് ചെയ്ത പോലെ തോന്നുന്നു. ടെൽ അബൌട്ട് യുവർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആസ് എ വുമൺ. ആസ് എ വുമൺ നമ്മൾ ഫിനാൻഷ്യലി നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതൊരു ഭയങ്കര ഒരു പവറാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ 10 രൂപ എടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലി നമുക്ക് എത്ര ചിലവാക്കിയാലും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ വേറൊന്ന് തന്നെയാണ്. റിച്ചു രേവു വ്ളോഗ്സ്. എനിക്ക് ശ്രീയുടെ വീഡിയോസ് എല്ലാം നല്ല ഇഷ്ടമാണ്. ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ സിറ്റിയിൽ പോകാറുള്ളൂ. ശ്രീയുടെ വീഡിയോ കാണുമ്പോൾ ട്രിവാൻഡ്രത്തെ നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ അറിയാൻ പറ്റും. എൻ്റെ ചോദ്യം, ശ്രീ കല്യാണത്തിന് മുന്നേ ഇത്ര ബോൾഡായിരുന്നോ? ബോൾഡായിരുന്നു. എനിക്ക് വീട്ടിൽ നമ്മൾ അച്ഛനമ്മ ഞാൻ സ്കൂളിൽ പോകുന്നു, വരുന്നു, വാക്കിന് പോകുന്നു, അല്ലാതെ അതിൽ കൂടുതൽ വേറെ നമുക്കങ്ങനെ ബോൾഡാകേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി, വീഡിയോസ് തുടങ്ങി, അപ്പോൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കേണ്ടി വന്നപ്പോഴാണ് ആ ഒരു ഇത് വന്നത്. കല്യാണത്തിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആയത് കേട്ടോ. വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് ആരാണ്? ഞാനും ഏട്ടനും കൂടി തന്നെയാണ്. ഏട്ടൻ തന്നെയാണ് കൂടുതലും വീട്ടിലെ കാര്യം. ഞാൻ ഈ ചപ്പ് ചവറ് സാധനങ്ങൾ വാങ്ങാൻ മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ. മെയിൻലി ഏട്ടൻ തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും, വേദയുടെ സ്റ്റഡീസ് ആയാലും വീട്ടിലെ മറ്റു എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെയാണ് നോക്കുന്നത്. ഞാൻ ഈ അലിബിലീസ് സാധനങ്ങൾ വാങ്ങൽ, കുറച്ച് ആഡംബരം കാണിക്കൽ മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ കേട്ടോ. ആഡംബരമല്ല, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് കാണുന്നവർക്ക് അവൾ ആഡംബരം കാണിക്കണമെന്ന് തോന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. അങ്ങനെയുള്ള പരിപാടികളാണ് എൻ്റെ കയ്യിലുള്ളത്. വേദയുടെ സ്റ്റഡീസിന് ശേഷം വേദയെ അഭിനയിക്കാൻ വിടുമോ? അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിടും, അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇല്ല. ഒരു കാര്യത്തിലും വേദയെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ പഠിപ്പിക്കും, മാക്സിമം പറ്റുന്നത്രയും പഠിപ്പിക്കും. പഠിക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും പഠിപ്പിക്കും, ഇല്ലെങ്കിലും പോട്ടെ നിർത്തും. കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അമ്മായിയമ്മ പോരായിട്ടില്ല. പിന്നെ എല്ലാ വീട്ടിലുള്ള പോലെ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ, അതിപ്പോൾ എൻ്റെ അമ്മയോടായാലും ഉണ്ട്, അച്ഛനോടായാലും ഉണ്ട്. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടായാലും ഉണ്ട്, എല്ലാവരുമായിട്ടും നമ്മൾ ചെറിയ രീതിയിൽ വഴക്ക് കൂടും, അത്രയേ ഉള്ളൂ. വേദ വന്നു സ്കൂള് കഴിഞ്ഞ്. ഓ ഓ വേദ വന്നു, ദേ അവിടെ നിൽപ്പുണ്ട്. അവളവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുടരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വീടിന് മുന്നേ റെൻറ്റിന് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ കള്ളിക്കാട് കള്ളിക്കാട് നിൽക്കായിരുന്നില്ലേ എന്നെന്തോ ആണ്. കള്ളിക്കാട് അവിടെ പൂട്ടിയിട്ടിട്ട് അച്ഛനും അമ്മയും കൂടി ഏട്ടനും എല്ലാവരും ഇവിടെ ആയിരുന്നു, ഇവിടെ റെൻറ്റിനായിരുന്നു. അപ്പം ഞാനും കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ റെൻറ്റിനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഒരു 7-8 വർഷമാവും ഈ വീട്ടിൽ വന്നിട്ട്. സുനിത എസ്, ലൈഫ് സ്റ്റോറി പറയൂ. ലൈഫ് സ്റ്റോറി പറയാൻ നമുക്ക് ഈ ഒരു വീഡിയോ മതിയാവില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഞാൻ കുറേ പുതിയ കണ്ടൻറ്റുകളെല്ലാം ഇട്ട് കുറച്ചൊന്ന് ആക്റ്റീവ് ആവാനാണ് തീരുമാനിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് ലൈഫ് സ്റ്റോറി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ.
നെക്സ്റ്റ് ശ്രീ പാർവതി യെസ്, ലവ് സ്റ്റോറി മാരേജ് ഫോട്ടോസ് കാണിക്കാമോ? അതും ഈ ഒരു വീഡിയോ മതിയാകത്തില്ല. ലവ് സ്റ്റോറി മാരേജ് ഫോട്ടോസ് അത് ഉണ്ട്, പക്ഷെ ഞാനത് കാണിക്കത്തില്ല കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കാണുമ്പോൾ ചിലപ്പോൾ അത് വിഷമമായിരിക്കും, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ ഫോട്ടോസ് കാണിക്കില്ല. അത് കഴിഞ്ഞ് പുണ്യ ബാലു 9591, നിങ്ങൾ തമ്മിൽ ഉള്ള ഏജ് ഡിഫറൻസ് 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഞങ്ങൾ തമ്മിലുണ്ട് കേട്ടോ. 10 അല്ല 12 വയസ്സിൻ്റെ. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കൊളാബ് കിട്ടിയിട്ട് ഞാൻ ഹെയർ കളറിങ് ചെയ്തായിരുന്നു. അതെനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി, നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ആ കളർ ചെയ്ത ഭാഗം, കളർ ചെയ്ത ഹെയർ എല്ലാം ഡാമേജാണ്. ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തതിലൊന്നും എനിക്ക് ഹെയർ ലോസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചേച്ചിയുടെ ഏജ്, എൻ്റെ ഏജ് 31 ആണേ. കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല മീൻസ് ആ ക്വസ്റ്റ്യൻ ഇട്ട ആളത് കഴിഞ്ഞു. ആതിര ഗീത 4131, ആതിര മിക്കവാറും ഒക്കെ കമൻറ്റ് ഇടുന്ന ഒരാളാണ്. ശ്രീകുട്ടി സുഖമല്ലേ? ഡ്രൈവിംഗ് പഠിച്ചതിനെ പറ്റി പറയുമോ? അറിയാൻ ഒരുപാട് ആഗ്രഹം ആണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ബട്ട് ഒരു പേടി പോലെ, അതുകൊണ്ടാണ് ചോദിച്ചേ. റിപ്ലൈ തരണേ. തായ്ലൻഡ് യാത്ര അടിച്ചു പൊളിച്ചു. ഡ്രൈവിംഗ് പഠിച്ച അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് നമ്മൾ ഓട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്താണ് ഒരു സീൻ വന്നു, ഞാൻ കാർ ഓടിക്കുന്ന സീന്, കാറല്ല ജീപ്പ് എന്തോ ഓടിക്കുന്ന സീന്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. ആ ഒരു വിഷമത്തിൽ അപ്പോൾ ചെന്ന് ഡ്രൈവിംഗ് പഠിച്ചാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ലൈസൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വളരെ വൈകിയാണ്, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അത് ഞാനൊരു വീഡിയോ ഡ്രൈവിംഗ് പഠിച്ചത് ഇട്ടിട്ടുണ്ട്, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി കാണാം. അടുത്ത് അമൃത P409, ഹായ്, ആഫ്റ്റർ ഫസ്റ്റ് മാരേജ് ഫസ്റ്റ് ഡേ കള്ളിക്കാട് നിന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. കള്ളിക്കാടല്ലായിരുന്നു, ഞങ്ങൾ മരുതൻകുഴിയിലായിരുന്നു, അവിടെ റെൻറ്റിനായിരുന്നു. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും തോന്നിയില്ല. കാരണം അമ്മയൊക്കെ സാധാരണ നമ്മൾക്ക് എത്രയോ നാൾ മുമ്പേ ഉള്ള പരിചയം പോലുള്ള ഒരു ഫീലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വലിയൊരു നമുക്കൊരു അകൽച്ച പോലുള്ളൊരു ഫീലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങളെ കണ്ടാലും അമ്മ ഭയങ്കര കൂട്ടാവും, പെട്ടെന്ന് എല്ലാവരുമായിട്ടും പെട്ടെന്ന് കൂട്ടാവുന്ന ഒരാളാണ് അമ്മ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു കംഫർട്ടല്ലാത്തൊരു ഫീലൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചേട്ടന് നെക്സ്റ്റ് സീരിയൽ കിട്ടിയോ? ഏട്ടൻ ചെയ്യുന്നില്ല, ഇപ്പോൾ തൽക്കാലം വർക്കൊന്നും ചെയ്യുന്നില്ല. ചേട്ടൻ്റെ ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ഇഷ്ടം അല്ലാത്തതും. ചേട്ടന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. പെട്ടെന്ന് നിൽക്കണം, പിന്നെ മുഖമൊക്കെ കാണണം, അപ്പോൾ പിന്നെ നമുക്ക് ദേഷ്യം വരും. അതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തോണ്ടിരിക്കണം, അപ്പോൾ പിന്നെ പൊക്കി പറയണ ശരിയല്ലല്ലോ. നമ്മളോടൊക്കെ വേറെ ഈ ദേഷ്യം മാത്രമേ ഉള്ളൂ, ആൾ പാവമാണ്, അതുകൊണ്ട് അതാണ് ഇഷ്ടമുള്ള ക്യാരക്ടർ കേട്ടോ. വൈഷ്ണവി M9636, ഓക്കെ, എല്ലാവരും സുഖമായിട്ടെത്തിയല്ലോ, സന്തോഷം, സുഖമായിട്ടെത്തി. ശ്രീയുടെ ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ എങ്ങനെ പ്രതികരിക്കും? അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അല്ല, എന്നെ കുറ്റം പറയുന്നതായിട്ടാണ്, ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ എനിക്കത് നിങ്ങളെന്തോ എന്നെ കുറ്റം പറയുന്നൊരു ഫീലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ആ വ്യക്തിയോടും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അത് തെറ്റാണെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്താലും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, എങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല, എങ്കിലും എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര ദേഷ്യമായിരിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ ആ ദേഷ്യമൊക്കെ കളയും. അത് കഴിഞ്ഞ് രേഖ J6J2R, ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടും കള്ളിക്കാട് നെയ്യാർ ഡാമാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് പോകുന്നതിന് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യലായിട്ട് സേവ് ചെയ്യുന്നത്? ആക്ച്വലി ഫിനാൻഷ്യലായിട്ട് ഒന്നും സേവ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെന്ന് തോന്നിയാൽ അപ്പോൾ പറയും. അപ്പം കുംഭമേളയുടെ കാര്യം തന്നെ, നമ്മൾ ആ സമയത്ത് നോർത്തിൽ പോയിട്ട് വന്ന അടുത്ത മാസം നമ്മൾ കുംഭമേളയ്ക്ക് പോകുന്നത്. അവിടെയൊക്കെ പോയി അത്യാവശ്യം കയ്യിലെ പൈസയൊക്കെ പോയിരിക്കുന്ന സമയത്താണ് ഏട്ടാ പറഞ്ഞ് കുംഭമേളയ്ക്ക് പോവാം. ഞാൻ പറയും വേണ്ട, നമ്മളിപ്പോൾ പോയിട്ട് വന്നേലേ ഉള്ളൂ, വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് എന്തായാലും പോവാം എന്ന് കരുതി അങ്ങ് പെട്ടെന്ന് പോവാണ് കേട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് കാശിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കൊണ്ടൊന്ന് പണയം വയ്ക്കും, പോവും. ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യലി നമ്മൾ കയ്യിൽ പൈസയൊക്കെ വച്ചിട്ട് പ്ലാൻ ചെയ്ത് പോകാൻ നിന്നാൽ നടക്കില്ല. ആ പൈസ 1 രൂപ പോലും കയ്യിൽ ഇരുന്നാൽ അത് അപ്പോഴും തന്നെ ചിലവായി പോകും. അതുകൊണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കാറില്ല. എന്ത് കാര്യം ചെയ്താലും ഉണ്ടെങ്കിൽ ഉണ്ട്, അപ്പോഴങ്ങ് ചെയ്യും, ഇല്ലെങ്കിലില്ല. അപ്പോൾ പണയമൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് എടുക്കാനുള്ളൊരു ശുഷ്കാന്തി വരും. അതുകൊണ്ട് പണയം വെച്ചാൽ പെട്ടെന്ന് എടുക്കും. ആ ഒരു ധൈര്യത്തിലാണ്
എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാലോ എന്ത് വാങ്ങണമെന്ന് വെച്ചാലോ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കും, ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യവും ഇന്ന് വരെയും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. അതിപ്പോൾ വണ്ടി വാങ്ങുന്നതായാലും ട്രിപ്പ് പോകുന്നതായാലും എന്ത് സാധനം വാങ്ങുന്നതായാലും എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒരു പരിപാടിയില്ല കേട്ടോ. അടുത്ത് സിനീജ ശിവൻ, വീഡിയോസ് എല്ലാം ഇഷ്ടമാണ്, ഡെയിലി കാണാറുണ്ട്, വെറൈറ്റി വീഡിയോസ്, സീരിയൽ ഓഫർ വന്നാൽ ആക്ടിങ് കണ്ടിന്യൂ ചെയ്യുമോ? നല്ല പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. വേദയ്ക്ക് വലുതായ എന്ത് ജോബ് ചെയ്യാനാണ് ആഗ്രഹം? അവൾക്ക് സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം എന്നാണ് അവൾ പറയുന്നത്. ഹോം ടൂർ ചെയ്യാമോ? ഒരുപാട് നാൾ മുന്നേ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചെയ്തൊരു ഹോം ടൂർ ഉണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് ഒരെണ്ണം ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് വീട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, കുറച്ച് പെയിൻറ്റിങ് കിടക്കാണ്. ഇപ്പോഴെങ്കിലും തൽക്കാലം ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് മിനിക്ക് ശേഷം ഒരു ഹോം ടൂറായിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്? എനിക്ക് എവിടെ പോയാലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെ കേട്ടോ. അത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്. എനിക്ക് ഉത്തർപ്രദേശൊക്കെ പോയപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്. ഒരു പക്ഷേ നമ്മുടെ കണ്ണൻ ജനിച്ച് വളർന്ന സ്ഥലമൊക്കെ ആയി അവിടെയൊക്കെ കണ്ടതുണ്ടാവും. ഉത്തർപ്രദേശ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിൻ്റെ ഒരു പ്രോബ്ലം ഒഴികെ ബാക്കി എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉത്തർപ്രദേശാണ്. നോർത്തിൽ ഇന്ത്യ തന്നെയാണ് എവിടെ പോയാലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അടുത്ത് ഹാർട്ട് ബീറ്റ് 6356, മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചില്ലേ? കഴിച്ചു. അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണോ വെറുതെ ചോദിച്ചാണോ അറിയില്ല, എന്തായാലും കഴിച്ചു. അൻവ ഓൺലൈൻ, വേദക്കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസും ശ്രീകുട്ടിയുടെ മാരേജ് ഫോട്ടോസും ഒക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യുമോ? ആ ഫോട്ടോസ് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഒരുപാട് നാളുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയം കിട്ടുന്നില്ല, നടക്കുന്നില്ല. ഡ്രീം SM1994S4I, ഇതൊക്കെ ഓരോ അക്കൗണ്ടിൻ്റെ പേരാട്ടോ ഞാൻ റീഡ് ചെയ്യുന്നത്. ഡ്രീം ഡെസ്റ്റിനേഷൻ ടു ഗോ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഇൻസൈഡ് ഇന്ത്യ? ഔട്ട്സൈഡ് ഇന്ത്യ ജപ്പാൻ ഇഷ്ടമാണ്. അത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദ പറഞ്ഞ് മിക്കവാറും യൂട്യൂബിൽ ജപ്പാൻ വീഡിയോസൊക്കെ ഇടും. അത് കണ്ട് ജപ്പാനിൽ പോകാൻ ആഗ്രഹമുണ്ട്. പിന്നെ യൂറോപ്യൻ കൺട്രീസ് എല്ലായിടത്തും പോകാനൊക്കെ താല്പര്യമുണ്ട്. സ്വിറ്റ്സർലാൻഡൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ആഗ്രഹമാണ് കേട്ടോ. ഇൻസൈഡ് ഇന്ത്യ ഓഫ് കോഴ്സ് കാശ്മീർ എനിക്ക് ഒന്ന് പോകണം. എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകാതിരുന്നിട്ട് നടന്നില്ല. എന്തായാലും പോകണം. നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു സ്ഥലം കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഏത് സ്ഥലം കണ്ടിട്ട കാര്യം അല്ലേ. മഞ്ജു IB4ES, ശ്രീയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. ക്വസ്റ്റ്യൻ, ഡ്രീം പ്ലേസ് എവിടെയാണ് ഇനി പോകാൻ? പറഞ്ഞല്ലോ, ഇപ്പം കേട്ടല്ലോ, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്, കാശ്മീർ ഒക്കെ ഉണ്ട്. അതിൽ കാശ്മീർ തന്നെയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. കൃഷ്ണപ്രിയ 9471, ശ്രീ ഒരു കാര്യം ചോദിച്ചോട്ടെ? കള്ളിക്കാട് അമ്മ തൻ്റെ അമ്മായി അമ്മയാണ്. ബട്ട് നിങ്ങൾ തമ്മിൽ ബോണ്ടിങ് കാണുമ്പോൾ പലപ്പോഴും അസൂയ തോന്നുന്നുണ്ട്. ബിക്കോസ് എനിക്കുമുണ്ടൊരു പരദൂഷണം അമ്മായി അമ്മ. ഈശ്വര, അമ്മായിയമ്മ കേൾക്കണ്ട. ശ്രീകുട്ടി മാരേജിന് ശേഷം ഒരിക്കലെങ്കിലും അവരുമായി വഴക്കിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തനിക്ക് വിഷമം ഉണ്ടാകുന്ന എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? വഴക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴക്കൊക്കെ ചെറിയ രീതിയിൽ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അടുത്ത ഷിജിന നിജു 6429, ചേച്ചി തായ്ലൻഡിൽ യൂസ് ചെയ്ത ലിപ് ഷെയ്ഡ് കമൻറ്റ് ചെയ്യുമോ? നൈസ് കളറായിരുന്നു, ചേച്ചിക്ക് നല്ലോണം ചേരുന്നുണ്ട്. അത് ഇനി നോക്കിയാലേ അറിയൂ. ഞാൻ ഈ കമൻറ്റിന് താഴെ റിപ്ലൈ ആയിട്ട് ഷെയ്ഡ് കൊടുത്തേക്കാം കേട്ടോ. ഏതാണെന്ന് മറന്നുപോയി. അടുത്ത രേഷ്മ ചിന്നു 8524, ഹായ് ചേച്ചി, ഒന്നുമില്ല ചോദിക്കാൻ, ബിക്കോസ് ഐ ലവ് യു, ടേക്ക് കെയർ, താങ്ക് യു. തൻസി ബേക്കർ 4594, വെയിറ്റ് ലോസിന് ശേഷം എങ്ങനെയാണ് അത് കൂടാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആക്ച്വലി ഒരു 52 kg വരെ ഞാൻ പോയി. ചീമയുടെ കല്യാണം വന്നതോടെ അത് വീണ്ടും താഴേക്ക് 55-ലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അധികം കൂടാൻ സമ്മതിച്ചിട്ടില്ല. ഓരോ ദിവസവും ഞാൻ വെയിറ്റ് ചെയ്യിക്കും, ഓരോ ദിവസവും. ഇന്നിപ്പോൾ വെയിറ്റ് ചെയ്യിക്കുമ്പോൾ 55.5 ആണെങ്കിൽ ടെൻഷനാവും. അയ്യോ 5 കൂടി, 55.5 കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ 55-ലേക്ക് വലിച്ചടിക്കും. ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴാണ് 2-3 കിലോ ടപ്പേന്ന് പറഞ്ഞ് കൂടുന്നത്. പിന്നെ അതിനെ കുറയ്ക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുന്നത്. അപ്പം ഞാൻ ഈ വെയിറ്റ് ചെക്ക് ചെയ്താണ്. ഒരു ദിവസം 1 കിലോ കൂടിയാൽ അടുത്ത ദിവസം അതിന് കുറയ്ക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ഞാൻ. അത്രയേ ഉള്ളൂ കേട്ടോ. ബീനാവ് മെയിനായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യും. ഫുഡ് കൺട്രോൾ ചെയ്യാതെ ഒരു കാര്യവും നടക്കൂല. വാരി വലിച്ച് കഴിച്ചോ പിറ്റേ ദിവസം ഞാൻ 2 കിലോ കൂടും. അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ. അടുത്ത് ബീന വർഗീസ് Z4D, ഹായ് ചേച്ചി, മാരേജ് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? മാരേജ് വീഡിയോ ആയിട്ടൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പക്ഷെ ഞാനത് അപ്ലോഡ് ചെയ്യൂല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ കാരണം പറഞ്ഞായിരുന്നു.
ജയശ്രീ S76 ശ്രീ യാത്ര സുഖമായിരുന്നു. അച്ഛനും അമ്മയും പോയോ? വേദക്കുട്ടി സ്കൂളിൽ പോകണ്ടേ? അച്ഛനും അമ്മയൊക്കെ പോയി, യാത്ര സുഖമായി. വേദക്കുട്ടി സ്കൂളിൽ അന്ന് പോകണമായിരുന്നു, പക്ഷെ പോയില്ല. ഇപ്പോൾ വേദക്കുട്ടി സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നീതു അനീഷ് സെക്കൻഡ് ബേബി പ്ലാൻ ഉണ്ടോ? ഇല്ല. ഒരുപാട് പേര് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷനി സബിൻ 3559 ഹായ് ചേച്ചി, ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഡെയിലി കാണുന്ന ചേച്ചിയുടെ വീഡിയോസാണ്. ഐ എം ഓൾസോ ഫ്രം TVM ട്രിവാൻഡ്രം കിളിമാനൂർ. ഐ വിഷ് ടു വിസിറ്റ് യുവർ ഹോം ആൻഡ് യുവർ പ്ലേസ്. ചേച്ചി ചേട്ടൻ വേദ അറ്റ് വൺസ്. ക്വസ്റ്റ്യൻ ഈസ് നെക്സ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുകയാണെങ്കിൽ എവിടെയായിരിക്കും ചൂസ് ചെയ്യുക? മിക്കവാറും ദുബായ് ആയിരിക്കും. കുറേ നാളായിട്ട് ദുബായ് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. ദുബായ് ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി ആയിരിക്കാം, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഏഷ്യൻ കൺട്രി മീൻസ് സിംഗപ്പൂർ, പിന്നെ ഇവിടെ ബാലി, വിയറ്റ്നാം അങ്ങോട്ടൊന്നും പോകാൻ വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ മലേഷ്യ, തായ്ലൻഡ് പോയപ്പോൾ രണ്ട് സ്ഥലമൊക്കെ ഓൾമോസ്റ്റ് സെയിം പോലെയാണ്, നമ്മുടെ ഇന്ത്യ പോലെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് യൂറോപ്യൻ കൺട്രി എന്തായാലും കാശ് പോകുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെന്നെങ്കിലും ഇല്ലേ, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതുപോലെ ഇരിക്കും എങ്ങോട്ട് പോകണമെന്നുള്ളത്. അടുത്തത് റിധി നിഖി മറിയ. എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടുന്ന ഒരാളാണ് റിധി നിഖി മറിയ. തുടക്കം മുതൽ ശ്രീയുടെ ഒപ്പമുണ്ട് ഞാൻ. എനിക്കും ചോദിക്കാനുള്ളത്, നമ്മൾ തമ്മിൽ എന്ന് കാണും? എപ്പോൾ വേണോ നമുക്ക് കാണാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കാണും. എല്ലാവരും സുഖമായി നാട്ടിൽ തിരിച്ചു വന്നല്ലോ. അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടുണ്ട്, അച്ഛനും സുഖമായിട്ടിരിക്കുന്നു. രമാദേവി B2P ഞാൻ ശ്രീകുട്ടിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. വേദയെ എന്തിനാ എപ്പോഴും പിണങ്ങാൻ വെക്കുന്നേ? വേദയെ ആള് മോശക്കാരിയല്ല കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം, അതിനെക്കാട്ടി ദേഷ്യം എനിക്ക്, എന്നെക്കാട്ടി ദേഷ്യം കേട്ടോ വേദയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പം തന്നെ ഓക്കെ, സോൾവ് ആവും, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തത് സുനിൽ കുന്നിശ്ശേരി 8155 ചേച്ചി ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് ഞാൻ ഉദ്ദേശിച്ചത്ര നല്ലതല്ലായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലം, മനസ്സിലുണ്ടായിരുന്ന സ്ഥലമല്ല അവിടെ ചെന്നപ്പോൾ. നമ്മളൊരു സ്ഥലത്ത് പോകുന്നത് ആ സ്ഥലം കാണാനല്ലേ. ഇത് കുറേ ഷോകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് ആ സ്ഥലത്ത് പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് നമ്മൾ വിസിറ്റ് ചെയ്തു. അത് മാത്രമാണ് അവിടുത്തെ ആ ഒരു സ്ഥലം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത് GFGJ601 ഹായ് ശ്രീകുട്ടി, I was watching Autograph old episodes just before going through this video. I'm really surprised to see the transformation from Mrudu to this Shrikutti. How old were you while starring as Mrudula for Autograph? ഏജ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 9th 10th പഠിക്കുമ്പോഴാണ്, 9th 10th പ്ലസ് 1 ഇല്ലാന്ന് തോന്നുന്നു, 9th 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഓട്ടോഗ്രാഫ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 വയസ്സല്ലേ, അതാണ് എൻ്റെ ഒരു ഏജ്. ഹൗ ഡിഡ് യു ട്രാൻസ്ഫോം ഇൻ ടു എ ലവിങ് പാർട്ട്ണർ ആൻഡ് എ കെയറിങ് മദർ? അത് ട്രാൻസ്ഫോം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്. നമ്മൾ ഒരു ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാമിലി കാര്യങ്ങളുമായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല കേട്ടോ. അടുത്ത് അഞ്ജിത രാജ് 5645 ചേച്ചി ഞാനും വെജിറ്റേറിയൻ ആണ്. സോ കള്ളിക്കാട് അമ്മയുടെ വെജിറ്റേറിയൻ ഡിഷസിൻ്റെ റെസിപ്പീസ് ഇടാം. വേദ ദീപ ചേച്ചിയെ കണ്ടാൽ വേദയും അമ്മ ആണെന്ന് പറയും. ദീപ ചേച്ചിയെ പോലെ വേദ ഇരിക്കുന്നത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു കേട്ടോ. ഐശ്വര്യ ഐഷു 3238 യൂട്യൂബ് ഇൻകം ഒരു മന്ത് നിങ്ങൾ കാണുന്ന വ്യൂ അനുസരിച്ചായിരിക്കും എനിക്ക് ഇൻകം വരുന്നത്. അതുകൊണ്ട് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനുള്ളതല്ലേ. ആദിക കൃഷ്ണ 4776 ഈ പേര് വായിക്കാനോട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. ഹായ് ശ്രീ, എനിക്ക് ശ്രീയുടെ വീഡിയോസൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ശ്രീയുടെ വീഡിയോസ് കാണാറുണ്ട്. വെറുതെ ശ്രീ സംസാരിച്ചിരിക്കുന്ന കേൾക്കാൻ ഒരു രസം തോന്നും. ഞാൻ അങ്ങനെ വീഡിയോസിൽ കമൻറ്റ് ഇടാറില്ല, പക്ഷേ എല്ലാം കാണാറുണ്ട്. ഞാൻ ട്രിവിയാൻ ആണ്. എൻ്റെ വീട് ജഗതി ആൻഡ് ഹസ്ബൻഡ് വീട് നെടുമങ്ങാടും. ഇപ്പോൾ നാട്ടിലല്ല താമസം. അപ്പോൾ ശ്രീയുടെ വീഡിയോസ് ഡെയിലി കാണുമ്പോൾ എനിക്ക് നാടും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. നിങ്ങളെ എല്ലാവരെയും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോഴും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് പ്രാർത്ഥിക്കുന്നു. എപ്പോഴെങ്കിലും നേരിൽ കാണാൻ സാധിക്കട്ടെ എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ, ഹൗസ് നെയിം ഋതു എന്ന് പലപ്പോഴായി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആ നെയിം ആരുടെ സെലക്ഷൻ ആയിരുന്നു? ആ നെയിമിൽ എന്താണ് വന്ന റീസൺ എന്തായിരുന്നു? അതേപ്പറ്റി പറയാമോ? ആ വീട് ഋതു എന്നുള്ള പേര് സെലക്ട് ചെയ്തത് ഞാനാണ്.
അതിനുള്ള റീസൺ ഞങ്ങളുടെ നെട്ടയം വീടിൽ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടിൻ്റെ പേര് ഋതു എന്നാട്ടോ. അതൊരു നല്ലൊരു പേരായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെയും വീടിന് ഋതു എന്ന് പേരിടാൻ തീരുമാനിച്ചത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. നല്ലൊരു പേര് പോലെ തോന്നി വീടിനിടാൻ പറ്റിയ, അങ്ങനെ ഇട്ടു, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഓൾറെഡി ഭയങ്കര ലെങ്തായി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ആയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൈകിട്ട് തന്നെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത വീഡിയോയിലുണ്ടാവും. എൻ്റെ കണ്ണിൽ കണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടാൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസിനുള്ള ആൻസറായിട്ട് വരാം.